ഇവിടുത്തെ BJP നേതാക്കന്മാരൊക്കെ എവിടെ പോയി? ഇന്നലെ ഒഡീഷയിൽ വീണ്ടും 2 മലയാളി വൈദികരെ, 2 കന്യാസികളെ വീണ്ടും ബജരംഗ് ദൾ പ്രവർത്തകർ ആക്രമിച്ചിരിക്കുക. അവരെ ക്രൂരമായി മർദ്ദിച്ചു. ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ, ഒരു ഗ്രാമത്തിൽ മതപരമായൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ പോയവരെ ഗ്രാമവാസികളുടെ എതിർപ്പ് മറികടന്ന് അവിടെയുള്ള 70ഓളം വരുന്ന ബജരംഗ് ദൾ പ്രവർത്തകർ ആക്രമിച്ചു. 3 മണിക്കൂർ നേരം തടഞ്ഞു വെച്ചു. പോലീസ് കേസെടുത്തിട്ടില്ല. അവരുടെ അതിനു മുമ്പിൽ വഴികാട്ടിയായി വന്ന ബൈക്കിന്റെ പെട്രോൾ മുഴുവൻ ഊറ്റിക്കളഞ്ഞു. ഇവരുടെ ഫോൺ പിടിച്ചെടുത്തു. ക്രൂരമായി അവരെ മർദ്ദിച്ചു. 2 കന്യാസിമാരെയും 2 വൈദികരെയും, മലയാളികളായ വൈദികരെയും. അപ്പൊ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ 835ാമത്തെ സംഭവമാണ്. ഒരു വർഷത്തിനകം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്നത്. എവിടെ പോയി കേന്ദ്രമന്ത്രിമാർ കേരളത്തിലെ? എവിടെ പോയി രാജീവ് ചന്ദ്രശേഖർ? ഞങ്ങൾ പറഞ്ഞതല്ലേ സത്യം? എന്നിട്ട് ആട്ടിൻതോലിട്ട ചെന്നായികളെ പോലെ അരമനയിൽ പോയി കേക്ക് കൊടുക്കാൻ പോവാ. ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് ഇത് സംഘപരിവാർ അജണ്ടയാണ്, BJP അജണ്ടയാണ്. ഇതൊരു ഹിറ്റ്ലർ രീതിയാണ്, ഒരു സിയോണിസ്റ്റ് രീതിയാണ്. ഒരു പൊതുശത്രുവിനെ ഉണ്ടാക്കിയ പൊതുശത്രുവിനെ വേട്ടയാടുക എന്ന് ജർമ്മനിയിൽ നടന്നതുപോലെ ഇന്ന് രാജ്യത്ത് ക്രൈസ്തവർ വേട്ടയാടപ്പെടുകയാണ്. അതിശക്തമായ പ്രതിഷേധം രാജ്യം മുഴുവൻ ഉയരും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങൾ അവരുടെ കൂടെ അവർക്ക് സംരക്ഷണവുമായി നിൽക്കും. അതാണ് BJPയുടെ പൊള്ളത്തരമാണ് ഇപ്പോൾ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നത്.